നമസ്കാരം. ആ ദാസപ്പ ഇരിക്കേ ഇരിക്കട. എന്തിനാ സാറ് വിളിപ്പിച്ചെന്ന് പറഞ്ഞില്ല. നീ 6-ാം വാർഡിലെ ഇലക്ഷൻ പത്രിക തുടങ്ങിക്കോ. അല്ല സാറേ, അപ്പൊ സ്ഥാനാർത്ഥി ആരാ? നീ തന്നെ. ഞാനോ? ശരിക്കും? പിന്നെ നിന്റെ ആ വലിഞ്ഞു കയറി ഒന്ന് സഹായിക്കണം, മുടഞ്ഞ സ്വഭാവം ഉണ്ട്, അതങ്ങ് നിർത്തിയാക്കണം. ദാസപ്പ, പാർട്ടിയിൽ എത്ര ഫൈറ്റ് ചെയ്ത പിന്നെ നിനക്ക് ആ സീറ്റ് ഒപ്പിച്ചെന്നറിയാവോ? ചേട്ടാ, ഇങ്ങനെ ഇത്തവണ മത്സരിച്ചാലേ 8 നില പൊട്ടും. അതുകൊണ്ട് ഏട്ടനെ ബലിയാടാക്കിയതല്ലേ, അത് ഫൈറ്റ് ചെയ്തു പോലും. അതാർക്കും അറിയാത്ത. എന്താ നിങ്ങൾ രണ്ടുപേരും കൂടി അവിടെ ഒരു രഹസ്യം പറച്ചിൽ? അല്ല, ഇവൻ പറയായിരുന്നേ നേതാവിന് എന്നോടുള്ള സ്നേഹവും വിശ്വാസവും. ശരി ശരി, എന്നാ സമയം കളയണ്ട, നിങ്ങൾ പണി തുടങ്ങിക്കോ. അല്ല സോജപ്പ, ഈ വാർഡിൽ ഇപ്പൊ കൂടുതലും പുതിയ താമസക്കാരാ. എനിക്കാണെങ്കിൽ അവരെ പരിചയവും കുറവാണല്ലോ. എന്താ ചേട്ടാ, ഈ വയ്യാവേലിക്കര പഞ്ചായത്തിലെ ഈ ഞാൻ അറിയാത്ത ഒറ്റ കിളികൾ പോലും ഇല്ല. കിളിയാ? ആൾക്കാരെ ആരുമില്ല ഞാൻ അറിയാത്ത. നമുക്ക് ആ വീട്ടിൽ നിന്ന് തുടങ്ങാം. ചേട്ടാ നമസ്കാരം, ഞാൻ ദാസപ്പൻ, ഈ വാർഡിലെ സ്ഥാനാർത്ഥിയാ. ഈ നാടിന്റെ വികസന ചേട്ടന്റെ സ്വപ്നം, എന്റെ ലക്ഷ്യം. നിന്റെ ലക്ഷ്യം? ഞാനൊരു ഓളത്തിൽ പറഞ്ഞു പോയതാ, ഞാൻ അതുമേ പിടിച്ചു പോകുന്നു. ചേട്ടൻ ജയിച്ചാലേ ഇവിടെ വിമാനത്താവളവും മെഡിക്കൽ കോളേജും വരെ കൊണ്ടുവരും. എന്താ പറഞ്ഞു? ഞാനോ? എന്നാ ചേട്ടാ വീട്ടുകാരേക്ക് വിളിക്ക്, നമുക്കൊന്ന് പരിചയപ്പെടാമല്ലോ. അരേ പാകൽ എടാ സോജപ്പ, ഇയാള് ബംഗാളിയാ, നിനക്ക് ഇയാളെ അറിയാന്ന് പറഞ്ഞിട്ട്? ചേട്ടാ ഞാനേ ഒരു ഓളത്തിൽ പറഞ്ഞതാ. ഇതിന്റെ ഒരു ഓളം. അല്ല ചേട്ടാ, ഇയാൾക്കിടെ വോട്ടുണ്ടെങ്കിലോ ചോദിക്ക്. ചേട്ടാ ചേട്ടാ ബായി, ഞാൻ സ്ഥാനാർത്ഥി ഹും, സ്ഥാനാർത്ഥി ഹും ഹും ഹും. വോട്ട് തരണം ഹേ, തരണം ഹേ. മാലു, നിനക്ക് ഹിന്ദി അറിയാവോ? ചോട്ടെ എന്ന് പറഞ്ഞ അയാളെ ഷർട്ടില് കുറെ ഓട്ടയുണ്ട്. സ്ഥാനാർത്ഥി ദാസപ്പൻ സ്ഥാനാർത്ഥി. ഡൽഹിക്ക് മാറ്റാനേ എന്ന് പറഞ്ഞ മനസ്സിലായോന്ന് ചോദിച്ചതാ. ഇടാ ഭയങ്കര इलेक्शन इलेक्शन हमारा इलेक्शन बंगाल में. എന്റെ പൊന്നെ, ഇയാൾക്ക് കൂടെ വോട്ടില്ല. നീങ്ങ വന്നേ, വാ 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 വാ, സമയം കളയണ്ട. सेटा അരമണിക്കൂർ പോയി. കൂലി 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 100 രൂപ തറ തറ തറ. ക്യാ പിണ്ണാക്കിന്. ഇയാൾ എന്താ പറഞ്ഞേ? 100 രൂപ നമുക്ക് തരാം. അല്ല ചേട്ടാ, ഓൾറെഡി അയാളുടെ അരമണിക്കൂർ പോയില്ലേ. അയാൾ കൈ നീട്ടണ്ടേ, അയാൾക്ക് അങ്ങോട്ട് കൊടുക്കാൻ 100 രൂപ. അതൊന്നും പറ്റില്ല. കൈപ്പിന്റെ കയ്യിലിരിക്കണം, പുറത്തിട്ട് ഉണവാണ്ടത്. എടാ സോജപ്പോ.